കുറച്ച് ജറബറ ചെടികളുണ്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ജറബറ ചെടിയുടെ തൈ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയും നല്ല വലിപ്പമുള്ള പൂവുണ്ടാവുന്ന ജറബറ ചെടികളാണ്. ഇതിൽ നമ്മുടെ കയ്യിലുള്ള കളറുകൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം പൂവോട് കൂടിയാണ് നമ്മൾ അയച്ചിരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് വെറൈറ്റിയാണിത്. ഇതിൽ 2 തൈകൾ വരുന്നുണ്ട്. ഇതും നല്ല തട്ടായിട്ടുള്ള പൂക്കളാണ് കേട്ടോ. റെഡും പിങ്കും ഓറഞ്ച് യെല്ലോ എന്നിങ്ങനെ ഒരു 5 വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്. നല്ലൊരു ഓറഞ്ച് കളർ വരുന്ന ജറബറയാണിത്. കണ്ടില്ലേ, ഇതിൻ്റെ തൈയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഇതിനും നന്നായി തട്ടുകളായിട്ടാണ് ഫ്ലവർ വരുന്നത്. അതുപോലെ കുറച്ച് വെറൈറ്റി അസേലിയ ചെടികളും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. അസേലിയ പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ട് വളരും, നല്ല ഫ്ലവറുകൾ തരുന്ന നല്ല ചെടിയാണ് കേട്ടോ. ഈ ചെടി റോസാപ്പൂവിൻ്റെ പൂക്കളെ പോലെ ഭംഗിയുള്ള പൂക്കളാണ്. കുഞ്ഞു കമ്പിലും നിറയെ പൂക്കൾ തരുന്ന അസേലിയ പ്ലാന്റും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്ലവർ ഉള്ള പ്ലാന്റുകളാണ്. ഇനി നമ്മൾ കാണിക്കുന്നത് ഡയാന്തസ് എന്ന് പറഞ്ഞ ചെടിയുടെ ഫ്ലവറാണ് കേട്ടോ. ഈ കുഞ്ഞു ചെടിയിൽ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഇത്. നമുക്ക് നോർമൽ മണ്ണിൽ തന്നെ നട്ടുപിടിപ്പിക്കേണ്ട ചെടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിലൊക്കെ കൊള്ളാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ. എല്ലാ തണ്ടിലും നിറയെ കൊലയായിട്ട് പൂക്കളുണ്ടാവും. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള വെറൈറ്റികളൊക്കെ ഞാനിതാ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മുകളിൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക. ഈ ഒരു ചെടിയൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ മണ്ണിൽ ഈ ഒരു കവറോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതൊന്നും വലിയ റേറ്റ് ഇല്ലാത്ത ചെടികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. DTDC കൊറിയർ വഴി നമ്മൾ അയച്ചു തരുന്നതാണ്.